നയതന്ത്ര ബന്ധം വഷളായതിന് പിന്നാലെ ഇന്ത്യയോട് അനുരഞ്ജന നീക്കവുമായി ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന് താല്പര്യമില്ലെന്ന് ഇടക്കാല സർക്കാരിൻ്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കി. ഇതിനിടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ ഇന്ത്യ വിളിച്ചു വരുത്തി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, നമ്മുടെ കൈകൾ കൊണ്ട് പിറവിയെടുത്ത അതേ രാജ്യം നമ്മളോട് പോരടിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള ചരിത്രപരമായ വിചിത്രാവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗുഡ് മോർണിംഗ്, മെരി ക്രിസ്മസ്. ഡൽഹി തണുപ്പെങ്ങനെ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയിൽ തണുപ്പിങ്ങനെ പ്രതിദിനം വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ വായുമലിനീകരണം ഒരു വശത്ത് അതിരൂക്ഷമായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിൽക്കുന്ന മേഖലകളിൽ ഒരുപക്ഷെ എൻ്റെ പിന്നിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് എത്രത്തോളം വ്യക്തമായി കാണാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം മൂടൽമഞ്ഞാണ് എല്ലാ മേഖലകളിലും ഉള്ളത്. ഇങ്ങനെ പ്രതിദിനം ആ ഒരു ശൈത്യം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഡൽഹിയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു ശൈത്യ കാലമാണ്. എസ്കേൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണ് എങ്കിൽ എസ്കേൻ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നലെയും ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തുകയും നയതന്ത്രാലയങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ മുന്നോട്ട് വന്ന ഒരു അനുരഞ്ജന ശ്രമം നടത്തുന്നത്. അവർ പറയുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം ഞങ്ങൾ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ മുഖ്യ ഉപദേഷ്ടാവായ സാലിഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് 50,000 മെട്രിക് ടൺ അരി ഞങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നും ബംഗ്ലാദേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ തള്ളുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇന്ത്യയുമായി ഒരു അനുരഞ്ജന നീക്കം തന്നെയായി മുന്നോട്ട് പോകുന്നു എന്നാണ് ബംഗ്ലാദേശ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഹൈക്കമ്മീഷണർ അടക്കം വിളിച്ചു വരുത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ ബംഗ്ലാദേശ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഇന്ത്യയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് വിളിച്ചു വരുത്തി ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ ചോദിച്ചറിയുന്നത്. ഇന്നലെയും വലിയ പ്രതിഷേധങ്ങൾ ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഒരു സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഡൽഹിയിലും കൊൽക്കത്തയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അത് ഈ പാർട്ടി നേതാവ് മഞ്ച് പാർട്ടി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആക്രമണങ്ങളും പ്രതിഷേധങ്ങളുമാണ്. അതിപ്പോഴും ബംഗ്ലാദേശിൽ തുടരുകയാണ്. ഓക്കെ വിനീത, നമ്മുടെ ഈ മലിനീകരണ പരിപാടി എങ്ങനെയായി? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഡൽഹി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? അത് പ്രതിദിനം ഡൽഹി സർക്കാർ ചില യോഗങ്ങൾ ചേരുന്നുണ്ട്, കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നുണ്ട്. വാഹന നിയന്ത്രണം അടക്കമുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ. പക്ഷേ അങ്ങനെ നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഈ മലിനീകരണം മറുവശത്ത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നും ഞാൻ നിൽക്കുന്ന NCR മേഖലകളിലേക്കടക്കം 400-ന് മുകളിലും ഒക്കെയാണ് ഈ വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാസ്ക് വേഗം എടുത്തോളൂ വിനീത. താങ്ക് യു. ഡൽഹിയിൽ ശ്വാസം മുട്ടി ജീവിച്ചാണ് വിനീത റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യം കൂട്ടത്തിൽ പറയട്ടെ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.